എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ അളകനന്ദയുടെ ഗൗതമിന്റെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന നന്ദയ്ക്കെതിരെ അങ്ങനെ ഗൂഢതന്ത്രങ്ങളും മെനയുമാണ്. പിങ്കിയും സാന്ദ്രയും കൂടെ ചേർന്നിട്ട് അതിന്റെ വിശേഷങ്ങളാണ്. അപ്പം മിഥുനെ വെച്ചിട്ടാണ് ആ തന്ത്രങ്ങളൊക്കെ മെനയുന്നത്. അതിന്റെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെയാണെങ്കിൽ നമ്മൾ കണ്ടു മിഥുന്റെ ഒപ്പം ഡ്യുവറ്റ് ഡാൻസ് കളിക്കാൻ പോകുന്ന നന്ദയെ എതിർക്കുവാണ് അരുന്ധതി പറഞ്ഞു, ഇവിടുന്ന് ഈ കുടുംബത്തിന് അങ്ങനെയൊന്നും പറ്റില്ല. അങ്ങനെ ഡാൻസ് കളിക്കാൻ പോയാൽ നീ ആ വഴിക്കൊക്കെ പൊക്കോണം, പിന്നെ ഈ വീട്ടിലേക്ക് വരില്ല. ഈ കുടുംബത്തിൽ കുറച്ച് അന്തസ്സും അഭിമാനവും ഒക്കെ ഉണ്ടെന്ന് പറയാണ്. പക്ഷെ ഇതിനൊക്കെ എതിർക്കുവാണ് നന്ദ ചെയ്തത്. പിന്നീട് പിങ്കിയോട് പറഞ്ഞു, പിങ്കി ഒന്ന് പറഞ്ഞു കേൾപ്പിക്കുക, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാന്ന്. അതിനെക്കുറിച്ച് വല്യമ്മയ്ക്ക് അത്ര വലിയ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് വല്യമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാണ്. അവസാനം പിങ്കി പറഞ്ഞു, അതെ നന്ദ പോട്ടെ, നന്ദ പോയി ഡാൻസ് കളിക്കട്ടെ വല്യമ്മേ, അതിനകത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയണേ. ഇത് കോളേജിൽ പെർഫോമൻസ് അല്ലേ, അതിനകത്ത് ഒരു കുഴപ്പമില്ല, കുടുംബത്തിന് നാണക്കേടൊന്നും ഉണ്ടാവില്ലെന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അരുന്ധതിക്ക് പിന്നെ പറ്റൊന്നും പറയാനില്ല. പിങ്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എതിർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നന്ദ വിജയശ്രീലാളിതയായിട്ട് കോളേജിലേക്ക് പോവാണ്. ഇത് പിങ്കിക്ക് അങ്ങോട്ട് സങ്കടവും ദേഷ്യം വന്നു. ഇന്ന് അവൾ പോവേണ്ടതല്ലായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം, താൻ അവളുടെ കഷത്തിൽ കൂടെ തല വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവൾ പറയുന്നതല്ല തനിക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊന്നും അനുസരിക്കാൻ പറ്റില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട് പിങ്കി മുറിയിലേക്ക് പോകുന്നേ. പിന്നീട് കാണിക്കുന്നൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ദ്രൻ നടന്നു പോവായിരുന്നു. അപ്പോൾ സാന്ദ്രൻ നടന്നു പോകുന്ന വഴിക്ക് മിഥുനെ കാണുന്നുണ്ട്. അപ്പം മിഥുനെ കണ്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. അതിനുശേഷം നേരെ സാന്ദ്രൻ വിളിക്കുന്ന പിങ്കീനെയാണ്. പിങ്കീനെ വിളിച്ചിട്ട് പിങ്കിയോട് പറയുന്നുണ്ട്, അതെ അവളില്ലേ ആ നന്ദ, അവളെ കൊടുക്കാനുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ കിട്ടിയെന്ന് പറയണം. പെട്ടെന്ന് പിങ്കി ചോദിച്ചു, എന്താ സാന്ദ്ര നീ എന്താ പറയണെന്ന് ചോദിക്കും. അതോ അതിനുള്ളൊരു കച്ചിത്തിരുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും അവള്, ആ വീഡിയോസൊക്കെ വെച്ചിട്ട്. അതേപോലെ തന്നെ നിന്നെയും ആ വീഡിയോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ എല്ലാവരും കാണിക്കുമെന്ന് പറഞ്ഞല്ലേ, അതിന് വേണ്ടുന്ന അവൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി ഒരു ഉഗ്രം മുതൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. പിന്നെ പിങ്കിയോട് തൻ്റെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ പറയാണ്. അപ്പം ഇതിനെ വെച്ചിട്ടൊരു ഡ്രാമ കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് സാന്ദ്ര. എത്രയൊക്കെ ഡ്രാമ കളിച്ചെന്ന് പറഞ്ഞാലും അവസാനം വന്നു കഴിയുമ്പോഴത്തേനും അത് പിങ്കിക്കും സാന്ദ്രയ്ക്കിട്ടും 8ന്റെ പണി തന്നെ കിട്ടുള്ളൂ. നന്ദ അവിടെ നിന്ന് എല്ലാം തടിയൂരി പോരുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്ന നന്ദ നേരെ കോളേജിലേക്ക് ചെല്ലുവാണ്. കോളേജിൽ ചെല്ലുമ്പോഴത്തേനും ഇതും വരുന്നുണ്ട്. അപ്പം നന്ദയുടെ ചോദിച്ചാ, എങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്തോ, ഞാൻ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അപ്പം സ്റ്റെപ്പുകളൊക്കെ പഠിച്ചതൊക്കെ ചോദിക്കുന്നത്. നന്ദ പറഞ്ഞു, അതൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്, എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ മിഥുൻ്റെ ഒപ്പം എനിക്ക് അത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. പിന്നീട് മിഥുൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പറ്റുമോയെന്ന് അറിയാലോ, നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ജോഡിയായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാവുമെന്ന് അറിയണ്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സിൽ ബാക്കിയെല്ലാം കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നന്ദയും മിഥുനും കൂടെ അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുവാണ്. ഈ സമയത്താണ് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് ഗൗതം കടന്നു വരുന്നത്. ഗൗതമും പ്രിൻസിപ്പാളും കൂടെ ഉണ്ടായിരുന്നു. ഗൗതം കണ്ടു മിഥുൻ്റെ കൈയിൽ പിടിച്ച് ഡാൻസ് കളിക്കുന്ന നന്ദേനെ. ഗൗതമിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. എന്തോ പോലെ ഇപ്പോൾ ഗൗതത്തിന് പെട്ടെന്ന്, അല്ലെ തന്നെ ഡാൻസ് കളിക്കുന്ന മിഥുൻ്റെ ഒപ്പം ഡിവൈഡ് ഡാൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗൗതമിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡാൻസുകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് ഷോക്ക് ഏറ്റ പോലെ പോയി. ഗൗതം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തൻ്റെ കയ്യിലല്ലാതെ വേറൊരാളുടെ കയ്യെ തൊടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. അത് പക്ഷേ നന്ദയുള്ള ആത്മാർത്ഥമായിട്ട് സ്നേഹം കൊണ്ടായിരിക്കണം. പക്ഷെ ഇതൊരു ഡിവൈഡ് ഡാൻസ് ആണ്, അങ്ങനെ വിചാരിച്ച തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ ഗൗതത്തിന് എന്തോ പെട്ടെന്ന് തന്നെ മനസ്സിലൊരു ഈഗോയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗൗതം നന്ദയോട് കൂടുതലും സംസാരിക്കാതെ വീട്ടിൽ പോവാണ്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഗൗതം അധികം ഒന്നും സംസാരിക്കുന്നില്ല നന്ദയോട്. നന്ദയ്ക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല, ഡാൻസിന് ചേർന്നോ കുഴപ്പമൊന്നുമില്ല, കോമ്പറ്റീഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഡാൻസ് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമിൻ്റെ സ്വഭാവം കൂടി മാറുവാണ്. നന്ദനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അത്, ഗൗതമിൻ്റെ ഈ മനംമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് ഗൗതമിനോട് തുറന്ന് സംസാരിക്കുന്നത് എന്താ ഗൗതം സാറിൻ്റെ പ്രശ്നം, ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നതാണെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കുന്നില്ലെന്ന് വെക്കാം, ഇനിയിപ്പോൾ മിഥുൻ്റെ കൂടെ കളിക്കുന്നതാണെങ്കിൽ പ്രശ്നമെങ്കിൽ അതും ഞാൻ വേണ്ടെന്ന് വെക്കാം, എനിക്കിപ്പോൾ അതൊന്നും അല്ല പ്രധാനം, എനിക്ക് എൻ്റെ ഗൗതം സാറാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് ഭയങ്കര സങ്കടം വന്നു. താൻ കാരണമാണല്ലോ നന്ദ ഇങ്ങനെ വേദനിക്കുന്ന ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഗൗതം നന്ദയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, നീ ധൈര്യമായിട്ട് പോയി ഡാൻസ് കളിച്ചോന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നന്ദയ്ക്കൊരു സമാധാനമായത്. പക്ഷേ പിങ്കി അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിങ്കി സാന്ദ്രയും കൂടി ഒരു വലിയ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. അപ്പം നാളെ നമുക്ക് ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം സാന്ദ്രയുടെ മനസ്സിലെ ഐഡിയ എന്താണെന്ന്. മിഥുനെ കയ്യിലെടുത്തിട്ട് അത് വഴി നന്ദയ്ക്കിട്ടൊരു പണി കൊടുക്കാനാണെന്ന് തോന്നുന്നത് കയ്യിലിപ്പോൾ. പക്ഷെ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല.
അതൊരിക്കലും നടക്കില്ല. തിരിച്ച് അവർക്ക് തന്നെ 8-ന്റെ പണി കിട്ടുകയും ചെയ്യും. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നാളെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.